നമ്മുടെ ജീവിതം ഒരു മഹാസമുദ്രം പോലെയാണ്. അതിൽ അനേകം തിരമാലകൾ വന്നുപോകുന്നു. ചിലർ തീരത്ത് വന്ന് നിശബ്ദമായി മടങ്ങുന്നു. എന്നാൽ മറ്റു ചിലർ ആഴക്കടലിലെ ചുഴികൾ പോലെ നമ്മുടെ ഉള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുമായി നമ്മൾ ഇന്ന് ബന്ധത്തിലുണ്ടാവുകയില്ല. ഒരുപക്ഷെ വർഷങ്ങളായി സംസാരിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില നിമിഷങ്ങളിൽ ഒരു കാരണവുമില്ലാതെ അവരുടെ മുഖം മനസ്സിന്റെ വെള്ളിത്തിരയിൽ തെളിഞ്ഞു വരുന്നത്? ഇത് കേവലം മിസ് ചെയ്യുക എന്ന വികാരമല്ല. ഇതിനു പിന്നിൽ ന്യൂറോ സയൻസിൻ്റെയും ഹ്യൂമൻ സൈക്കോളജിയുടെയും അതിലേറെ പ്രപഞ്ചത്തിലെ ക്വാണ്ടം ഊർജ്ജതന്ത്രത്തിൻ്റെയും സങ്കീർണമായ നിയമങ്ങളുണ്ട്. ഒരാളെ നമ്മുടെ ചിന്തകളിൽ നിന്ന് പുറത്താക്കാൻ കഴിയാത്തതിൻ്റെ ശാസ്ത്രീയവും പാരാസൈക്കോളജിക്കലുമായ 8 കാരണങ്ങൾ നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം ലിംബിക് റീസണൻസ്. മനുഷ്യന്റെ നാഡീവ്യൂഹങ്ങൾ ഒറ്റപ്പെട്ടതല്ല, അവ പരസ്പര സംവേദനക്ഷമമാണ്. മസ്തിഷ്കത്തിലെ വികാരങ്ങളുടെ ആസ്ഥാനമായ ലിംബിക് സിസ്റ്റത്തിന് മറ്റൊരു വ്യക്തിയുടെ ലിംബിക് സിസ്റ്റവുമായി പൊരുത്തപ്പെടാൻ പ്രത്യേക കഴിവുണ്ട്. നമ്മൾ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോഴോ ബന്ധപ്പെടുമ്പോഴോ നമ്മുടെ ഉള്ളിലെ സെറോട്ടോണിൻ, ഡോപാമിൻ നിലകൾ ആ വ്യക്തിയുടെ സാന്നിധ്യവുമായി ബന്ധിക്കപ്പെടുന്നു. ഇതിനെയാണ് ലിംബിക് റീസണൻസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. ഒരിക്കൽ നിങ്ങൾ ഒരാളുടെ ഫ്രീക്വൻസിയുമായി ട്യൂൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭൗതികമായി അവർ അകലെയാണെങ്കിലും നിങ്ങളുടെ നാഡീവ്യവസ്ഥ ആ പഴയ സിഗ്നലിനായി തിരഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേവലം മാനസികമല്ല, മറിച്ച് ഒരു ശാരീരികമായ ഓർമ്മ കൂടിയാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള വൈകാരിക വിനിമയം അവരിലെ ഹോർമോൺ ഉൽപ്പാദനത്തെയും ഹൃദയമിടിപ്പിനെ പോലും ഒരേ താളത്തിലാക്കുന്നു. ആ വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ആ പഴയ താളം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഇടയ്ക്കിടെയുള്ള ഈ സ്മരണകൾക്ക് കാരണം. നിങ്ങളുടെ കോശങ്ങൾ പോലും ചില സാന്നിധ്യങ്ങളെ ഓർത്തുവെക്കുന്നു. അതുകൊണ്ടാണ് അവർ അടുത്തുണ്ടായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന ആ സമാധാനവും ആശ്വാസവും വീണ്ടും അനുഭവിക്കാൻ വേണ്ടി മനസ്സ് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. ആ വ്യക്തി ഒരു സാന്നിധ്യമല്ല, മറിച്ച് നിങ്ങളുടെ നാഡീവ്യൂഹത്തിന്റെ ഭാഗമായി മാറിയ ഒരു ഊർജമാണ്. രണ്ടാമത്തെ കാരണം സൈഗാർനിക് ഇഫക്റ്റ്. മനുഷ്യ മസ്തിഷ്കത്തിന് അപൂർണമായ കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല. 1920കളിൽ റഷ്യൻ മനഃശാസ്ത്രജ്ഞനായ ബ്ലൂമ സൈഗാർനിക് കണ്ടെത്തിയ തത്വമാണിത്. നമ്മുടെ മസ്തിഷ്കം പൂർത്തിയാക്കിയ ജോലികളേക്കാൾ 10 ഇരട്ടി ശക്തിയോടെ പൂർത്തിയാക്കാത്ത കാര്യങ്ങളെ ഓർത്തുവയ്ക്കും. ഒരു ബന്ധം കൃത്യമായ കാരണങ്ങളില്ലാതെ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ, നമ്മുടെ മസ്തിഷ്കം ആ ബന്ധത്തിന്മേൽ ഒരു പെൻഡിങ് ടാഗ് ഇടുന്നു. ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്റർ ഓർഡർ കൊടുത്ത് തീർക്കുന്നത് വരെ അത് കൃത്യമായി ഓർക്കുന്നതും ഭക്ഷണം നൽകിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ മറന്നുപോകുന്നതും പോലെയാണിത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനെ ഒരു അവസാനിക്കാത്ത ദൗത്യമായി കാണുകയും ഓരോ തവണയും അത് പരിഹരിക്കാനായി ആ ഓർമ്മകളെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഞാൻ അത് പറഞ്ഞിരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ മാറുമായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈ ലൂപ്പിന്റെ ഭാഗമാണ്. ഒരു ക്ലോഷർ ലഭിക്കാത്തിടത്തോളം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വയം കണ്ടെത്താത്തിടത്തോളം കാലം ഈ സൈഗാർനിക് ഇഫക്റ്റ് നിങ്ങളെ ആ വ്യക്തിയുടെ ചിന്തകളിൽ തളച്ചിടും. മസ്തിഷ്കം ആ ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന നിരന്തരമായ ശ്രമമാണിത്. മൂന്നാമത്തെ കാരണം മോർഫിക് ഫീൽഡുകളാണ്. പാരാസൈക്കോളജിയിലെ ഏറ്റവും വിപ്ലവകരമായ ആശയമാണിത്. ജീവശാസ്ത്രജ്ഞനായ റൂബർട്ട് ഷെൽഡ്രേക്ക് പറയുന്നത് പ്രകാരം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മോർഫിക് ഫീൽഡ് എന്ന അദൃശ്യമായ വിവരശേഖരത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 2 വ്യക്തികൾ തമ്മിൽ വൈകാരികമായി ബന്ധപ്പെടുമ്പോൾ അവർക്കിടയിൽ ഒരു പുതിയ ഫീൽഡ് രൂപപ്പെടുന്നു. ഈ ഫീൽഡ് ദൂരത്തിനോ സമയത്തിനോ അതീതമാണ്. ഒരു വൈഫൈ സിഗ്നൽ പോലെയാണ് ഈ ആശയവിനിമയം. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സിഗ്നൽ ലഭിക്കുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്നത് പോലെ മറ്റേ വ്യക്തി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നിങ്ങളെക്കുറിച്ച് തീവ്രമായി ഓർക്കുമ്പോൾ ആ ചിന്താതരംഗങ്ങൾ ഈ അദൃശ്യ ഫീൽഡിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിലെത്തും. പെട്ടെന്നൊരു കാരണവുമില്ലാതെ ഒരാൾ നിങ്ങളുടെ ചിന്തകളിൽ വരുന്നത് പലപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് സ്മരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ടെലിപ്പതിക് സിഗ്നൽ ആകാൻ സാധ്യതയുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ അവരെ ഓർക്കുന്നതല്ല, മറിച്ച് അവരുടെ ചിന്തകൾ നിങ്ങളെ വന്ന് തൊടുന്നതാണ്. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള ഈ അദൃശ്യ കണക്ഷൻ ശാസ്ത്രം ഇന്നും പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ കാരണം ന്യൂറൽ ട്രേസിംഗ്.
നമ്മുടെ മസ്തിഷ്കം ഒരു പ്ലാസ്റ്റിക് പോലെയാണ്. അതിന് ഏത് രീതിയിലും രൂപപ്പെടുത്താം. ഒരാളെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾക്കിടയിൽ പുതിയ വൈദ്യുതപാതകൾ രൂപപ്പെടുന്നു. ഒരു കാട്ടിലൂടെ സ്ഥിരമായി ഒരാൾ നടക്കുമ്പോൾ അവിടെ ഒരു വഴി തെളിയുന്നത് പോലെയാണിത്. ആ വ്യക്തിയോടൊപ്പമുള്ള സംഭാഷണങ്ങൾ, അവരുടെ ചിരി, അവർ നൽകിയ വേദന, ഇതെല്ലാം മസ്തിഷ്കത്തിൽ ആഴത്തിലുള്ള അടയാളങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ പാതകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണോ അത്രത്തോളം എളുപ്പത്തിൽ ചിന്തകൾ അതിലൂടെ പ്രവഹിക്കും. നിങ്ങൾ അവരെ മറക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചാലും മസ്തിഷ്കം ഏറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്ന പ്രകൃതമുള്ളതിനാൽ പഴയ ആഴത്തിലുള്ള പാതകളിലൂടെ തന്നെ നിങ്ങളുടെ ചിന്തകളെ നയിക്കും. ഇതൊരു ശീലമായി മാറുന്നു. ഒരു പഴയ പാട്ട് കേൾക്കുമ്പോഴോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ, ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെടുമ്പോഴോ ഉടൻ തന്നെ ആ ന്യൂറൽ സർക്യൂട്ട് ആക്റ്റീവ് ആവുകയും ആ വ്യക്തിയുടെ ഓർമ്മകൾ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ നിങ്ങളുടെ മുന്നിൽ തെളിയുകയും ചെയ്യുന്നു. ഈ പാതകൾ മായ്ച്ചു കളയുക എന്നത് സമയമെടുക്കുന്ന ഒരു ന്യൂറോ ബയോളജിക്കൽ പ്രക്രിയയാണ്. അഞ്ചാമത്തെ കാരണം ബയോ ഇലക്ട്രോമാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷൻ. മനുഷ്യന്റെ ഹൃദയം വെറുമൊരു പമ്പ് മാത്രമല്ല, അതൊരു ശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് ജനറേറ്ററാണ്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിക മണ്ഡലങ്ങൾ ശരീരത്തിന് പുറത്തേക്ക് പല മീറ്ററുകൾ വരെ വ്യാപിക്കുന്നുണ്ട്. ആഴത്തിലുള്ള സ്നേഹത്തിലോ ബന്ധത്തിലോ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ ഈ കാന്തിക മണ്ഡലങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. പാരാസൈക്കോളജിക്കൽ പഠനങ്ങൾ പ്രകാരം വികാരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ മണ്ഡലങ്ങളുടെ തരംഗ ദൈർഘ്യവും മാറുന്നു. ഒരാൾ നിങ്ങളെ തീവ്രമായ സ്നേഹത്തോടെയോ സങ്കടത്തോടെയോ ഓർക്കുമ്പോൾ അവരുടെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ദൂരങ്ങൾക്കപ്പുറം നിങ്ങളുടെ ബയോഫീൽഡിനെ സ്വാധീനിക്കാൻ പ്രാപ്തമാണ്. നിങ്ങളിലുള്ള ആ അകാരണമായ അസ്വസ്ഥതയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സ്മരണയോ നിങ്ങളുടെ ഹൃദയം അവരുടെ സിഗ്നലിനോട് പ്രതികരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭൗതികമായി അവർ അകലെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഊർജ്ജതലം ഇപ്പോഴും അവരുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആറാമത്തെ കാരണം കെമിക്കൽ ഇംപ്രിന്റിംഗ്. മസ്തിഷ്കത്തിലെ റിവാർഡ് സിസ്റ്റം ഒരു വലിയ സ്വാധീന ശക്തിയാണ്. നിങ്ങൾ ഒരാളുമായി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മസ്തിഷ്കം ഡോപാമിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നീ ഫീൽ ഗുഡ് ഹോർമോണുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. കാലക്രമേണ നിങ്ങളുടെ മസ്തിഷ്കം ആ വ്യക്തിയെ ഈ കെമിക്കൽ സുഖവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് കൃത്യമായി ഒരു ലഹരിക്ക് അടിമപ്പെടുന്നത് പോലെയാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ മസ്തിഷ്കത്തിൽ ഈ രാസവസ്തുക്കളുടെ പെട്ടെന്നുള്ള കുറവ് അനുഭവപ്പെടുകയും അത് വിത്രോവൽ സിംറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായി ഒരു ലഹരിക്ക് അടിമപ്പെടുന്നത് പോലെയാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ മസ്തിഷ്കത്തിൽ ഈ രാസവസ്തുക്കളുടെ പെട്ടെന്നുള്ള കുറവ് അനുഭവപ്പെടുകയും അത് വിത്രോവൽ സിംറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ സമ്മർദ്ദമോ ഒറ്റപ്പെടലോ അനുഭവപ്പെടുമ്പോൾ മസ്തിഷ്കം ഉടൻ തന്നെ ആ പഴയ സുരക്ഷിതത്വവും സന്തോഷവും തിരികെ ലഭിക്കാൻ കൊതിക്കുന്നു. ഉടൻ തന്നെ അത് ആ വ്യക്തിയുടെ ഓർമ്മകളെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. ആ വ്യക്തിയെ ഓർക്കുന്നത് വഴി മസ്തിഷ്കം ആ പഴയ സന്തോഷം കുറച്ചെങ്കിലും റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ വൈകാരിക അടിമത്തമാണ് അവരെ ചിന്തകളിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത ഒരു പ്രധാന ഘടകം. ഏഴാമത്തെ കാരണം ആർക്കെടൈപ്പൽ കണക്ഷൻ. മനഃശാസ്ത്രജ്ഞനായ കാൾ യൂങ് പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ചില ഗുണങ്ങൾ നമ്മൾ മറ്റു ചിലരിൽ കാണാറുണ്ട്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേവലം മനുഷ്യരായല്ല, മറിച്ച് നമ്മുടെ തന്നെ നിഴൽ ഭാഗങ്ങളെ കാണിച്ചു തരാനോ നമ്മുടെ ഉള്ളിലെ അപൂർണതകളെ ഉണർത്താനോ ആണ്. ഇതിനൊരു കണ്ണാടി ബന്ധം എന്ന് വിളിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സത്വത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനോ വന്ന വ്യക്തികളെ പെട്ടെന്ന് മറക്കാൻ കഴിയുകയില്ല. കാരണം അവർ നിങ്ങളുടെ പരിണാമത്തിന്റെ ഭാഗമാണ്. ആ വ്യക്തി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച പാഠം അല്ലെങ്കിൽ അവർ വഴി നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതുവരെ അവർ ഒരു മെന്ററെ പോലെ നിങ്ങളുടെ ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കും. ആ ഓർമ്മ യഥാർത്ഥത്തിൽ അവരെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ പൂർണ്ണതയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. അത് തിരിച്ചറിയുന്നതുവരെ ആ സാന്നിധ്യം ഉള്ളിൽ തുടരും. എട്ടാമത്തെ കാരണം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും നിഗൂഢമായ നിയമമാണിത്. ഒരിക്കൽ സ്പർശിക്കപ്പെട്ട രണ്ട് കണികകൾ പിന്നീട് പ്രപഞ്ചത്തിന്റെ രണ്ടറ്റത്തായാലും അവ ഒരേപോലെ പ്രവർത്തിക്കുന്നു.
മനുഷ്യന്റെ ബോധമനസ്സും ചിന്തകളും ക്വാണ്ടം തലത്തിലുള്ള ഊർജമാണെന്ന് ആധുനിക പാരാസൈക്കോളജി നിരീക്ഷിക്കുന്നു. ആഴത്തിലുള്ള വൈകാരിക നിമിഷങ്ങൾ പങ്കുവച്ച രണ്ട് വ്യക്തികൾക്കിടയിൽ ഇത്തരമൊരു ക്വാണ്ടം ബന്ധം രൂപപ്പെടുന്നു. സമയത്തിനോ ഭൗതികമായ ദൂരത്തിനോ ഈ ബന്ധത്തെ തകർക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ബോധതലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അവരുടെ ബോധതലത്തിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാം. തിരിച്ചും അങ്ങനെ തന്നെ. ഈ അദൃശ്യമായ ഊർജ്ജബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ചിന്തകൾ അവരിൽ നിന്ന് സ്വതന്ത്രമാകാൻ പ്രയാസമാണ്. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായ പരസ്പര ബന്ധമാണ്. നമ്മളെല്ലാവരും അദൃശ്യമായ നൂലുകളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയ സത്യത്തിന്റെ ചെറിയൊരു ഉദാഹരണമാണിത്. സുഹൃത്തുക്കളെ, ഈ 8 കാരണങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒരാളെ മറക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമല്ല, മറിച്ച് നിങ്ങൾ ഒരു അത്ഭുതകരമായ പ്രപഞ്ച പ്രക്രിയയുടെ ഭാഗമാണ് എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ മസ്തിഷ്കവും ഹൃദയവും അത്രമേൽ ആഴത്തിൽ മറ്റൊരാളുമായി സംവദിക്കുന്നു എന്നത് നിങ്ങൾ ഒരു ജീവസുറ്റ മനുഷ്യനാണ് എന്നതിന്റെ അടയാളമാണ്. ഈ ഓർമ്മകളെ ഭാരമായി കാണുന്നതിനു പകരം അവ നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജമാണ് എന്ന് കരുതുക. ഈ അറിവ് നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കാനും ഓർമ്മകളെ സ്നേഹത്തോടെ സ്വീകരിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.